ആണെങ്കിലും കേരള പോലീസിന്റെ ബിഗ് സല്യൂട്ട്. ശശികല സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ശശികലയുടെ പോസ്റ്റ് ഇന്നലെ കാണാനിടയായിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മോഹൻദാസിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ എന്തോ വലിയ പട്ടം കിട്ടിയ പോലുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ ഈ വെറ്റകളെ വെറുക്കുന്നവർ ഒന്ന് ലൈക്ക് അടിക്കണം, ഒന്നടിച്ചേ പറ്റത്തുള്ളൂ. ഇതെൻ്റെ ഒരു വാശിയെന്ന് നിങ്ങൾ കൂട്ടിക്കോ. കാരണം വെച്ചാൽ എനിക്ക് അറിയണം അതിൻ്റെ എണ്ണം. കഴിഞ്ഞ വട്ടമാണെങ്കിലും അത്യാവശ്യം ആൾക്കാർ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പരമാവധി ഈ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്ത് വിടുക. കാരണം നമ്മുടെ നാട്ടിൽ ഇതുപോലെ ജാതി മതത്തിൻ്റെ പേരും പറഞ്ഞിട്ട് തമ്മിലടിപ്പിക്കുന്ന 3-4 വേഷങ്ങളുണ്ട്. ഉള്ള കാര്യം പറയാമല്ലോ. ഈ പറയുന്ന ശശികലയാണെങ്കിലും TK ബൈജു ആണെങ്കിലും VK ബൈജു ആണെങ്കിലും ഈ മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിലും ഇവരൊക്കെ ശരിക്കും നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും പരമാവധി ഈ ഒരു വിഷയം ഷെയർ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ് ചെയ്തു. ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു ആൾക്കാരും ചാനൽ സബ് ചെയ്യത്തില്ല. എല്ലാം ഒന്ന് സബും കൂടെ ചെയ്തേക്കാം. എന്തോ എനിക്കറിയത്തില്ല, ഈ മുസ്ലിംസ് തന്നെ അവിടെയൊക്കെ ഇത്രമാത്രം വൈരാഗ്യം വരാൻ എന്താ കാര്യം ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഞാൻ ആലോചിക്കും, അവർ മനുഷ്യരല്ലേ, അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക. ഇതുപോലെ വിഷം വിളമ്പുന്ന കുറേ സ്ത്രീകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. മോഹൻദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്ത എല്ലാവർക്കും അറിയാലോ. ഡൽഹിയിലെ പ്രൊട്ടസ്റ്റ് സമയത്ത് അവിടുത്തെ പെണ്ണുങ്ങളെക്കുറിച്ച് പറഞ്ഞ തോന്നിയവാസവും പിന്നെ അതുപോലെ തന്നെ അവനൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഈ പറയുന്ന പോലെ തന്നെ എല്ലാത്തിനും തീർത്ത് കളയുന്നുള്ള രീതിയിലെ സംസാരവും. ഇവനെപ്പോലുള്ളവന്മാരെയൊക്കെയും അവന്മാരെയൊക്കെയും എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയണം. ഇത് നിങ്ങൾക്ക് പറ്റിയ അവസരമാണ്. നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും ഞാനിവിടെ പറയാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം. ഓക്കെ, എന്തായാലും മോഹൻദാസിൻ്റെ അറസ്റ്റും കാര്യങ്ങളും എല്ലാവരും കണ്ടല്ലോ. അറസ്റ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അതുകൊണ്ട് ഈ ഒരു വിഷയം പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ അതുപോലെ തന്നെ ചേച്ചിയുടെ പോസ്റ്റും കൂടെ ഞാനത് വായിച്ചു തരാം. പഴയ നിലപാടെന്ന് ആൾക്കാർ ചോദിച്ചൊരു ചോദ്യം കേട്ടില്ല. പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെന്ന്. പെണ്ണുങ്ങൾ ഇവിടെ സമരത്തിന് പങ്കെടുക്കുന്നത് സുഖം കിട്ടാൻ വേണ്ടിയാണ്. ഉദ്ദേശിച്ച് എന്താ വെച്ചാൽ ഈ ലാത്തി ചാർജും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിക്കുകയൊക്കെ ചെയ്തില്ലേ, അതൊരു സുഖത്തിന് വേണ്ടിയാണെന്നുള്ള രീതിയിലാണ് ഈ പറഞ്ഞത്. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. 71 വയസ്സുണ്ട്. എൻ്റെ അപ്പൂപ്പൻ്റെ കൊച്ചുമോൻ്റെ പ്രായമുണ്ട്. ഞാൻ പറഞ്ഞാൽ കൂടിപ്പോ. കേന്ദ്രം ഈ പറയുന്ന നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത്. എന്നെ ഒരു പുല്ലും ചെയ്യത്തില്ലെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. 10 വർഷം ഭരിച്ച പിണറായി അല്ല നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി. ഇത് VD സതീശനാണ്. ഇവരെന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പം കറക്റ്റായിട്ട് തന്നെ പണി കൊടുക്കും. ഇപ്പോഴത്തെ സത്യം പറയില്ല, പോലീസുകാർ ഭയങ്കര ആക്റ്റീവാണ്. എന്ത് കാര്യത്തിനും ഒന്നെന്ന് പറഞ്ഞാൽ രണ്ടാമത് അവന്മാർ തൂക്കിയിരിക്കും. ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവനെപ്പോലുള്ള അവന്മാരൊക്കെ വന്നിട്ട് ഇതുപോലത്തെ തോന്നിവാസങ്ങൾ പറയാം, കുട്ടികളെ തമ്മിൽ തെല്ലിക്കുക. ഹിന്ദു മുസ്ലിം എന്ന് പറയുന്നത് എവിടെ മുസ്ലിംസിനെ കുറിച്ച് ഒരാൾ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മുസ്ലിം യുവാവ് അല്ലെങ്കിൽ ഒരു യുവതി ഒന്ന് വൈറലായി കഴിഞ്ഞാൽ അവരെ മോശപ്പെടുത്തുക. ഇതാണ് ഇവരുടെ സ്ഥിരം പരിപാടി. അറിയാലോ, അബ്ദുൾ റഹീം ഈ പറയുന്ന അദ്ദേഹം ജയിലിലോ ശിക്ഷ അനുഭവിച്ചു 10-21 വർഷം ഓളം ജയിലിൽ കിടക്കാന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ കേരളത്തിലെ മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പൈസ അയച്ചു കൊടുത്ത് അദ്ദേഹം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം കിടക്കുന്നു. അവിടെയും ജാതി മതത്തിൻ്റെ പേരും പറഞ്ഞിട്ടുള്ള രീതിയിലാണ്. പിന്നെ വിസ്മയ മോഹൻലാലിൻ്റെ ആ കേസ് സെറ്റിൽ പോലും ആ കൊച്ചിനെ ആണെങ്കിൽ പോലും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇട്ട് പോസ്റ്റ് ഇട്ടു. ആര്? ഈ പറയുന്ന ശശികലയാണെങ്കിലും ഇവനാണെങ്കിലും. എന്തുകൊണ്ട് ഇവരെയൊന്നും അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തായാലും ഇപ്പം ഈ ഒരു ഭരണം വന്നതിന് ശേഷം അത്യാവശ്യം കാര്യങ്ങൾ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, നല്ല പക്കയായിട്ട് പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. കാരണം ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ കയ്യടി കിട്ടിയത് SFIയുടെ കയ്യിൽ അവന്മാർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല സ്മാർട്ടായിട്ട്. ഓക്കെ, അതിന് മണ്ണനെ ഒന്നും കൂടെ എല്ലാവരും കൂടെ ഒന്ന് കാണും, മുഖമൊക്കെ ഒന്ന് കാണും. നിലപാടിൻ്റെ ഉറപ്പ് ആണും പെണ്ണും കെട്ടവനെ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, എന്തായാലും ഇവനെ പോലുള്ള അമ്മമാർക്ക് സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട്. എന്താ SFIക്കാർ പറഞ്ഞെന്ന് വെച്ചാൽ കാര്യം ഇങ്ങനെയുള്ള വർഗീയവാദികളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ എത്തിച്ചോ, ഇങ്ങനെയുള്ള ആളുകൾ എത്തിക്കണം. ബാക്കി നടപടികൾ എന്താണെന്ന് കോടതി തീരുമാനിക്കട്ടെ. പോലീസിനെ അഭിനന്ദിക്കുക. തീർച്ചയായിട്ടും. കാര്യം മറ്റു കാര്യം ഇങ്ങനെയുള്ള വർഗീയവാദികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസിന് സ്വാഭാവികമായിട്ട് നമ്മൾ അഭിനന്ദിക്കണമല്ലോ. അതെ, ഇവന്റെ വായിന് എന്താ പറയണ്ടേ, ഇവരുടെയൊക്കെ വായിന്ന് നല്ലത് വീഴുന്ന ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. പക്ഷെ ഇവൻ പൊളിയാണ്. ഏതാവനാന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അവന് കഴിവുണ്ട്. കാരണം അവന് കാര്യങ്ങൾ അറിയാം.
ഇവിടെ അവൻ ശരിക്കും സപ്പോർട്ട് ചെയ്തത് കേരള പോലീസിനെയാണ്. ശരിക്കും സപ്പോർട്ട് ചെയ്തത്. കാരണം സാധാരണ എസ് എഫ് ഐക്കാർ പോലീസിനെ സപ്പോർട്ട് ചെയ്തില്ല. കാരണം ഭരണം അവരുടെ കൂടെ അവർ നിൽക്കത്തുള്ളൂ. ഓക്കെ, 3 തവണ ആവശ്യപ്പെടും, പിന്നെ വെടിവെക്കും. ആളുകൾ ചിതറിയോടും. കുറെ പേര് മരിക്കും, കുറെ പേര് മരിക്കില്ല, കുറെ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് ഈ രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിൽ എത്തിക്കും. സോ മെനി തിങ്സ് വിൽ ഹാപ്പൻ. ഇതാണ് പുള്ളിക്കാരൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. പുള്ളിക്ക് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി ഇതുവല്ല ഇതിന്റെ അപ്പുറം പരിപാടികളും ചെയ്യുമെന്നൊക്കെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവനൊക്കെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ നാട് തന്നെ കുട്ടിച്ചോറാക്കത്തില്ലേ? ഇവൻ സത്യത്തിൽ നമ്മുടെ കേരളം ഗുജറാത്ത് പോലെ ആക്കി മാറ്റും, ഇവനെ പോലുള്ള അവന്മാരൊക്കെ. പിന്നെ പെൺകുട്ടികളെ കുറിച്ച് പറഞ്ഞത്, ബലാത്സംഗം കൂട്ടബലാത്സംഗമായിട്ട് നടക്കും. ഒരു ദൈവം സഹായിച്ച് അതിന് പരാതി ഉണ്ടാവില്ല. കാരണം ഈ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ്, ഈ വഴിയുള്ള ദിവസം കളിയാണ് അവിടെ നടക്കുന്നത് മുഴുവൻ. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ടല്ല, പെൺകുട്ടികളുണ്ട്. പണ്ട് കുഞ്ഞത്തുള്ള ഒരു കഥ എഴുതിയിരുന്നു. അതിന്റെ അവസാനം മലമുകളിലെ കുഞ്ഞത്തുള്ളിയെ എന്നെ വന്ന് ബലാത്സംഗം ചെയ്യൂ എന്ന് ഒരു സ്ത്രീ പറയുന്നതായിട്ടാണ് കഥ അവസാനിക്കുന്നത്. അപ്പൊ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, പ്രത്യേകിച്ചും ഇടതുപക്ഷ മതനിരപേക്ഷ. ഓക്കെ, കണ്ടല്ലോ ഇവൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. പക്ഷേ കോടതി കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് ജാമ്യം. ഈ ജാമ്യം കിട്ടിയെന്ന് വെച്ചാൽ ഇപ്പോൾ അവനാ പറഞ്ഞ പെണ്ണിൻ്റെ വിഷയത്തിലാണ് കോടതി എടുത്ത തീരുമാനം എന്ന് വെച്ചാൽ ഒരു പെണ്ണിനെ നോക്കിയിട്ടല്ല അവൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിലാണ്. നല്ലൊരു വക്കീലാണെങ്കിൽ സിമ്പിളായിട്ട് ഊരിപ്പോകാൻ പറ്റും. അതുകൊണ്ട് കോടതി അയാളെ ഈ 2 കേസ് കെട്ടിലും വെറുതെ വിട്ടു. പക്ഷെ പോലീസ് കൊടുത്ത പണിയെന്ന് വെച്ചാൽ രാത്രി വീട്ടിൽ ചെന്ന് 1 മണിക്കൂർ വീട് തന്നെ സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. പക്ഷെ പോലീസ് അത് ചെയ്തു. പോലീസ് നല്ലൊരു പണിയാണ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഇവനെ ചുറ്റിച്ചു മൊത്തം. ഇങ്ങനെ ഒരു ദിവസം അവിടെ ഇവിടെയൊക്കെ ചുറ്റിച്ചു, തെളിവെടുപ്പ് അതിനാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകും. മീഡിയ മൊത്തം, സോഷ്യൽ മീഡിയ മൊത്തം ഈ പറയുന്ന മോഹൻദാസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 3 മണിക്കാണ് കോടതി ഹാജരാക്കി. അവർക്കറിയാം വലിയ വകുപ്പൊന്നുമില്ല, ഊരി വരാൻ സിമ്പിളാണ്. പക്ഷേ ഇവനെ ശരിക്കും മട്ടം കറപ്പിച്ചു. അതാണ് കേരള പോലീസ്. കേരള പോലീസിന് നേതൃത്വം കൊടുത്തത് ആരാണ്? രമേശ് ചെന്നിത്തല. പറഞ്ഞ മനസ്സിലായോ? എന്തിന്? എതിർ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് അവർ കൊണ്ട് തന്നെ നല്ല വാക്കുകൾ പറയിപ്പിച്ചു ഈ പറഞ്ഞ രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. അതാണ് ഒരു എസ് എഫ് ഐക്കാരൻ്റെ വീഡിയോ കാണിച്ചത്. ഇനി ശശികലയുടെ പോസ്റ്റ് വേണ്ടേ? ജിഹാദി പൂട്ട് നിയമത്തിലൂടെ തന്നെ പൊളിച്ച് പുറത്തിറങ്ങി TJE ഹൈന്ദവ സംഘടനയുടെ നേതാക്കളോടൊപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി വലിയ സംഭവം കാണിച്ചു. എന്തോ പൂട്ട് പൊളിച്ചിറക്കിയെന്ന് ഈ പറയുന്നത്. അവന് ഒരു ദിവസം വട്ടം ചുറ്റിച്ചോ അത് മിടുക്ക്. അതാണ് മിടുക്ക് എന്ന് പറയുന്നത്. അമ്മയും പെങ്ങളെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുക, കുറ്റപ്പെടുത്തുക, ഇതൊക്കെ നല്ല കാര്യമാണെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്. ഓക്കെ, TJE തൂക്കാൻ വിരിച്ചു, നാണമുണ്ടോ സർക്കാർ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് നാടിന് ശാപം മേഡം. ശശികല ടീച്ചർ, എന്ത് യോഗ്യതയുണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ? ഇവർ ടീച്ചർ തന്നെയാണോ അതോ ഇതാണ്? ഒരു ഹിന്ദുവായി എനിക്ക് പോലും നാണക്കേടാണ്. ഇത് നാണക്കേടാണ്. ഉള്ള കാര്യം തുറന്നു പറയാലോ. ഹിന്ദുവായി എനിക്ക് പോലും ഈ ഒരു സ്ത്രീ നാണക്കേടാണ്. ഞങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ജാതിയും മതത്തിൻ്റെയും പേരും പറഞ്ഞിട്ട് ഇതുപോലെ തമ്മിലടിപ്പിക്കുന്ന ഇവരെ പോലുള്ളവരെ അടിപ്പിക്കരുത് ഗൈസ്. എനിക്ക് അത്രയും നിങ്ങളോടും പറയാനുള്ളൂ, ഇപ്പോഴത്തെ തലമുറയോടും എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. ഐ ലവ് യു ഗൈസ്.